ജനം മൾട്ടിമീഡിയ ലിമിറ്റഡ് ഓഹരി ഉടമകളുടെ 16ാമത് വാർഷിക പൊതുയോഗം തൃശൂരിൽ നടന്നു. ജനം TV മാനേജിംഗ് ഡയറക്ടർ എസ് രാജശേഖരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഓഹരി ഉടമകളും ഡയറക്ടർമാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. തൃശൂർ അശോക ഇന്നിൽ നടന്ന വാർഷിക പൊതുയോഗം ജനം TV മാനേജിംഗ് ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ആരംഭിച്ചു. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ജനം TV ഡയറക്ടർ PR സജീവൻ സ്വാഗത ഭാഷണം നടത്തി. അതൊരു വലിയ പോസിറ്റീവായിട്ട് എല്ലാവരിലും വലിയ ഊർജ്ജം വന്നു. കാരണം ഇതൊരു ദൈവനിശ്ചയമാണ്. ഈ ജനത്തിൻ്റെ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന നിലയിൽ എല്ലാവർക്കും വളരെ എനർജിയോടുകൂടി പ്രവർത്തിക്കാൻ ആയ ഒരു അമ്മയുടെ ഒരു വാക്കും അമ്മയുടെ അനുഗ്രഹവും സംഘടനയുടെ ഇൻവോൾവ്മെൻറ്റും നമ്മളിൽ ആത്മവിശ്വാസം പകർന്നു. ജനം TV മാനേജിംഗ് ഡയറക്ടർ എസ് രാജശേഖരൻ നായർ യോഗത്തിൽ അധ്യക്ഷനായി. ജനം TV മുന്നേറ്റത്തിന്റെ പാതയിലാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ ഈ കുടുംബം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകും, അഭിമാനിക്കാം. നാളെ നമ്മളുടെ ജനം TVയുടെ ഇൻവെസ്റ്റേഴ്സ് ആണ്, അതിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതിൽ നിങ്ങളോടത്ത് ഞാനും നിങ്ങളോട് കാണും. എല്ലാ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സേവനങ്ങളും പ്രതീക്ഷിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്തേ. തുടർന്ന് നടന്ന ചർച്ചയിൽ ഓഹരി ഉടമകളും ഡയറക്ടർമാരും 2023-24 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ വിലയിരുത്തി. യോഗത്തിൽ കമ്പനി സെക്രട്ടറി രമ്യ KRന്റെ നേതൃത്വത്തിൽ ബാലറ്റ് വോട്ടിംഗ് നടപടികൾ പൂർത്തിയാക്കി. ശേഷം വരും വർഷത്തെ പ്രവർത്തന പദ്ധതികളും ചർച്ച ചെയ്തു. തുടർന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം ക്ഷേത്രീയ വിശേഷാൽ സമ്പർക്ക പ്രമുഖും ജനം TV പ്രഭാരിയുമായ A. ജയകുമാർ സന്ദേശം നൽകി. വൈസ് ചെയർമാൻ G. സുരേഷ് കുമാർ, ഫിനാൻസ് ഡയറക്ടർ PR സുധാകരൻ, ഡയറക്ടർമാരായ US കൃഷ്ണകുമാർ, NB മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ SJR കുമാർ നന്ദി രേഖപ്പെടുത്തി. ജനം, തൃശൂർ.